ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിടക്കാച്ചി റൈഡേഴ്സ്. അപ്പോൾ നമ്മുടെ ഡ്രൈവറാണ് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിന്ന് പോകാൻ പോകുന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നതെന്ന്. നമ്മുടെ കേരള വണ്ടികളൊക്കെ ഇവിടെ പോകുന്നു. ടോറസ് പോകണു, പാലക്കാടിൻ്റെ ലൈൻ ബസ് പോകണു. അപ്പം നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ഉള്ളത് കേരളത്തിലാണ്. അപ്പോൾ നമുക്ക് ടൂറിസ്റ്റ് വണ്ടിയിലേക്ക് കയറി വിടാം നമുക്ക്. അപ്പോൾ നമ്മൾ വണ്ടി നമ്മളെടുത്ത് മുമ്പോട്ടങ്ങ് പോകാം. നമുക്ക് ഒരു നല്ല കാടും മലയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതിനൊരു നല്ല വൈബുള്ള ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നമ്മുടെ വണ്ടി അങ്ങ് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്കിനി നമ്മുടെ സ്ഥലത്തേക്ക് വിട്ടേക്കാം. നമ്മൾ നേരെ വലത്തേക്ക് പിടിച്ചങ്ങ് പോകാം. നമുക്ക് സ്പീഡിൽ ഞങ്ങൾ വിട്ടടിച്ച് പോയേക്കാം. അപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇതുപോലത്തെ സ്ഥലം തന്നെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ബസ് സൈഡിലുള്ള കേരള മാപ്പാട്ടോ ഇത്. നല്ല പൊളി മാപ്പാണ്. നമ്മുടെ തനി കേരളം എന്ന് പറഞ്ഞാൽ തനി കേരളം, പൊളി കേരളം. ഇനി സ്ഥലങ്ങളൊക്കെ വന്നാൽ മതി, അതുപോലെ ഇതായിട്ടാണ് ഒരു KVRൻ്റെ ആൾക്കാർ വിട്ടേക്കണേ. പൊളി സ്ഥലങ്ങളാട്ടോ ഞാൻ തോന്നേക്കണേ. കാണുമ്പോൾ തന്നെ അറിയാം കേരളത്തിൻ്റെ ആ പച്ചപ്പും ആ ട്രാഫിക്കും ആ റോഡുകൾ തന്നെ കേരളത്തിൻ്റെ തന്നെയാണ്. ആ വീതി കുറഞ്ഞ റോഡും പൊളിയാട്ടോ. ഓട്ടോ ഉണ്ട്. നമ്മൾ കൊമ്പൻ ബസ് പോകണം. നമ്മൾ കൊമ്പൻ ടൂറിസ്റ്റ് പോകണുണ്ടോ. പക്ഷെ ഇപ്പോൾ കേരളത്തിലില്ല, എന്നാലും കൊമ്പൻ ടൂറിസ്റ്റ് ഇപ്പോൾ പോയിട്ടുണ്ട്. കേരള ട്രാഫിക്കിൻ്റെ ഒരു അടയാളമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വിട്ടടിച്ച് പോവാണ് നമ്മൾ. KSRTC, നമ്മുടെ കേരളത്തിൻ്റെ KSRTC ആണ് ഇരിക്കുന്നത്. കുറേ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ലൈൻ ബസ് ഉണ്ട്. ഉള്ളൂ ഇപ്പോൾ മുട്ടൂട്ടാ വണ്ടിയിൽ. അവൻ മുട്ടിയിൽ ഞാൻ മുട്ടിക്കും. അതുപോലത്തെ ആ ബൈക്കാരന് ഇച്ചിരി ഇതുള്ളവനാണ്, മുട്ടിയിൽ മുട്ടിക്കുവാൻ. പെട്ടെന്ന് പോയേക്കാം. നമ്മുടെ ടൂറിസ്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ഈ കനാലും നദി അല്ല മലകളുടെ ദൃശ്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് പോവാണ്. മിൽമയുടെ വണ്ടിയൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ട്രാഫിക് മോളിൽ മിൽമയുടെ വണ്ടിയുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ പോയിൻറ്റ്സ്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രാഫിക് മോളിൻ്റെ ഹൈലൈറ്റ് പൊട്ടി ഒന്നെണ്ണ ആ KSRTC പറഞ്ഞു. നമ്മൾ ട്രാഫിക് പാലിച്ചില്ല, അതാണ് പ്രശ്നം പറ്റിയത്. ട്രാഫിക് റെഡ് ലൈറ്റ് ആയിരുന്നു, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എന്നാലും ഞാൻ ശ്രദ്ധിക്കാതെ പോയി, പെട്ടെന്ന് പോയി. എന്തെങ്കിലും ആവട്ടെ, ഇടിക്കാതെ പോകണം നോക്കുമ്പോൾ ഇമ്മാരൊക്കെ കയറി വരും, അതാ പ്രശ്നം. നമ്മൾ വൈപ്പർ ഇട്ടേക്കാണ്, ചുമ്മാ ഒരു ഇതല്ലേ നമ്മൾ ഇട്ടേക്ക്. വൈപ്പിൾ ചുമ്മാ കിടക്കട്ടെ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് പോവാം. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ദൃശ്യങ്ങളൊക്കെ. ഇടിക്കാതെ എങ്ങനെയോ പോയി കേസ്. പിടിക്കാൻ പാകത്തിന് പോകണം. അങ്ങനെ പോകുമ്പോൾ ഭയങ്കര പാടാണ്. ഇങ്ങനെ ക്യാമറ മാറ്റും. നമുക്കിഷ്ടമുള്ളത് മറ്റേത് തന്നെയാണ്. റൗണ്ടാട്ടോ നമ്മുടെ ടൂറിസ്റ്റ് ബസ്. നമ്മുടെ ടൂറിസ്റ്റ് ബസ്സൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കേരളത്തിൻ്റെ ഫ്ലെക്സൊക്കെ ഉണ്ട്. ഫ്ലെക്സ് ആ കാര്യങ്ങളൊക്കെ കേരളത്തിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഭീമയുടെ ഇതും സീമാസും ഒക്കെ പൊളി കേട്ടോ. പുളിമൂട്ടിൽ ഭീമ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്യാസിൻ്റെ വേണം. ഇതൊക്കെ ആട്ടോ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയണേ. കേരളത്തിൻ്റെ പാടങ്ങൾ കണ്ടോ, എന്തൊരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് കണ്ടോ. ബസ് സൈഡിൽ പറ്റിയ ഏറ്റവും നല്ല പ്ലേസാട്ടോ ഇതൊക്കെ. തെങ്ങും നമ്മുടെ കേരളത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തെങ്ങ് തന്നെയാണ്. കേരളം പേരിൽ തന്നെയുണ്ട്, കേര. അത് തന്നെ നമ്മുടെ കേരള ബസ് സൈഡിൽ മൊത്തം ഇപ്പോൾ അതാ. കേരള ട്രാഫിക് മോഡാണ് ഇത്. V3.6 ആണ് വേർഷൻ. 3.6.1 ആണിത്. എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ അതേ ട്രാഫിക് മോഡ് പൊളി മോഡാട്ടോ ഇത്. ക്വാളിറ്റി ഉണ്ടാവും. നമ്മുടെ ആ പാടത്തിൻ്റെ കേരളത്തിൻ്റെ അതേ ഇത് തന്നെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ആ റോഡും നമ്മൾ തിരുവനന്തപുരം തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ, എറണാകുളം ആ വഴിയൊക്കെ പോകുമ്പോൾ, കൊച്ചി ആ വഴിയൊക്കെ ഉള്ള റോഡ്സൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ പാടങ്ങളൊക്കെ മെയിനായിട്ട് പെരുമ്പാവൂർ, ആലുവ ആ വഴിക്കുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ടവറൊക്കെ ഉണ്ടാവും. കേരളം തന്നെയാട്ടോ. നമ്മുടെ മുമ്പിൽ പോണ റോസ് ബസ് എന്ന് പറഞ്ഞാൽ സനയുടെ വണ്ടി കേട്ടോ. സന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബസ് തന്നെയാണ്. നല്ല അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് സന എന്ന് പറയുന്നത്. ആ ടൂറിസ്റ്റ് ബസ്സാണ് മുമ്പിൽ പോകുന്നത്. പാലക്കാട് ബസ് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് മൂൺ ലൈറ്റ് ഉണ്ടാവും. ഡോറ് കൊണ്ട് ഇടിച്ച് കൈസ്. ഇന്ത്യൻ ഗ്യാസ് കൊണ്ട് ഇടിച്ചു. പെട്ടെന്ന് വിട്ടടിച്ച് പോയേക്കും പറഞ്ഞു. ഇത് പാലക്കാട് സാറിൻ്റെ മുമ്പിൽ പോകണം. അതുകൊണ്ട് ഇങ്ങനത്തെ തന്നെ സനയുണ്ട്. സന ടൂറിസ്റ്റ് ബസ്. നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പൊളി പ്ലേസൊക്കെയാണ് ഇതൊക്കെ. നമ്മുടെ ഗെയിമിൻ്റെ അവൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള ബസ്സാണ്. നിങ്ങൾ അവിടെ വേണമെങ്കിൽ അടിച്ചു നോക്കി നിങ്ങൾക്ക് ഈ വണ്ടി വേണമെങ്കിൽ കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ആ വണ്ടിയുടെ ലിങ്ക് ഇട്ട് തരാം കേട്ടോ. നല്ല സെറ്റ് വണ്ടി തന്നെയാണിത്. ഇടിച്ച് പോവാണ് നമ്മൾ. ടോളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര വിഷയമാണ്. ഈ വണ്ടിയാണെങ്കിൽ 150ൻ്റെ മുകളിലേക്ക് ഇറങ്ങി അത്യാവശ്യം നല്ല പാട് തന്നെയാണ്. ഇതിനകത്ത് 150ൻ്റെ മുകളിലേക്ക് ഇറങ്ങി നല്ല പാടാണ് ഈ വണ്ടിക്ക്. നല്ല സ്പീഡ് കൂടും ഈ വണ്ടിയിൽ. കൂടാനൊന്നും ഇരിക്കില്ല, അത്യാവശ്യം സ്പീഡ് കൂടുന്ന വണ്ടി തന്നെയാണ്. നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ ഇതൊക്കെ കേട്ടോ. പാടം, കൃഷി
ഇതൊക്കെയാണ് നെല്ല് കൃഷിയാട്ടോ നമ്മളെ കാണുന്നത്. പൊളി കൃഷിയാട്ടോ അതൊക്കെ. ഇവിടെയൊക്കെ നിർത്തണമെന്നുണ്ട്. പിന്നെ പാടാണ്, ഭയങ്കര ട്രാഫിക് ആണ്. നിർത്തുന്നില്ല. ലേറ്റൊക്കെ ഉണ്ട്. നിങ്ങൾ ലേറ്റൊക്കെയാണ് വണ്ടിയിലുള്ളത്. ഇടിച്ചു ഗൈസ്. എങ്ങനെയെങ്കിലും ജീവിക്കാൻ നോക്കി ഇവന്മാർ സമ്മതിക്കൂല, അതാണ് വിഷയം. അപ്പം വേറെ മാപ്പിലേക്ക് പോയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത്. നല്ല പൊളി സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. നിങ്ങൾ വരേണ്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഞാൻ ആ മാപ്പ് നിങ്ങളെ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. ഈ മാപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ഉറപ്പായിട്ട് ഇടുന്നതാണ്. ബസ്സിലൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ആ വൈബ് കിട്ടും. ആ വൈബ്, വണ്ടി ഓടിക്കുന്ന ഒരു വൈബുണ്ട്. പൊളി വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓട്ടോറിക്ഷ സെറ്റ് സ്ഥലങ്ങളാട്ടോ. ഇവിടെ അത്യാവശ്യം വണ്ടികളൊന്നും ഇല്ല. നല്ല സ്ഥലം തന്നെയാണ്. ഈ കാട്ടിൽ കൂടെ ഞാൻ ചിലപ്പോൾ ഈ കാട്ടിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് സ്പീഡിന് പോകാം. ഒരിക്കലും 216 കിലോമീറ്റർ സ്പീഡിൽ ഈ വണ്ടിയിൽ ഞാൻ ആ കാട്ടിൽ കൂടെ പോയിട്ടുണ്ട്. എന്തൊരു സ്പീഡ് കൊണ്ട് ആ പൊങ്ങി അടിച്ച് പോണേന്നുണ്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യട്ടെ. നമ്മുടെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നിർത്താം. ഓക്കെ.